പാട്ട് പാടി അവരത് ഓക്കെ പറഞ്ഞു. ആ പിന്നെയും ചെല്ലാൻ പറഞ്ഞു. ആ പിന്നെ ഞാൻ ചെയ്യാരത്ത് നമ്മുടെ ചേതനയിലായിരുന്നു എൻ്റെ ഉം, ഓഡീഷൻ നടന്നത്. ഉം, അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു പാട്ട് നിങ്ങളുടെ സ്വയം ഏതെങ്കിലും ഒരു പാട്ട് പാടി. ഉം, നമ്മൾ റെക്കോർഡ് കൊടുത്താണല്ലോ. ഉം. അപ്പോൾ സ്റ്റുഡിയോ ചെന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കരുണാമയനെ എന്നുള്ള പാട്ട് നമ്മുടെ മറവത്തൂർ കനവൊക്കെ ഇറങ്ങിയ സമയം. അത് ശരി ശരി. അപ്പോൾ അതിനകത്ത് ഒരു ഭക്തിഗാനം ഉണ്ടായിരുന്നു. അപ്പോൾ കരുണാമയനെ കാവൽ വിളക്ക് ഈ പാട്ട് ഇറങ്ങിയത്. ഞാനത് പാടി. അതും കഴിഞ്ഞ് ഞാൻ പോന്നു. നമ്മൾക്കും പ്രതീക്ഷയൊന്നുമില്ല, ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത്. ഒരു ട്രൈ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ ആൾ കഴിഞ്ഞാൽ പറഞ്ഞ് ഒരു ചെറിയ ഒരു ഫൈനൽ കോമ്പറ്റീഷൻ കൂടി ഉണ്ട് അന്ന് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അതിനകത്ത് ഒരു 5 പേരോളം ഉണ്ടായിരുന്നു. 5 പേരോ 6 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് അവരെന്നെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ഒരു പാട്ട് പാടുന്നത്. ആദ്യമായിട്ടൊരു കാസറ്റിൽ പാടുന്നത് ഡിവോഷണൽ ഡിവോഷണൽ അല്ലെങ്കിൽ കാസറ്റിലായിട്ട് പാടുന്നത് ഒരു എൻട്രി ആയിരുന്നു. എൻ്റെ ഓൺ സോങ് ആയിട്ട് വരുന്നത് അത് ശരി. അതാണ് അതിനകത്താണ്. അമൃതം എന്ന് പറഞ്ഞൊരു CD ആയിരുന്നത്. CD അല്ല, കാസറ്റ്. അന്ന് കാസറ്റേ ഉള്ളൂ, ഒറ്റ പാട്ടേ ഉള്ളൂ. ഒറ്റ പാട്ട്. അങ്ങനെയാണ് ഞാൻ ഗാഗുൽത്തായി നിന്റെ ഉള്ളിൽ ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. അപ്പോഴാണ് ഞാൻ ഗാഗുൽ ജോസഫ് എന്നുള്ള പേരിലേക്ക് പേരിലോട്ട് മാറണത്. അങ്ങനെയാണ് ഗാഗുൽ ജോസഫ്. ശരി ശരി.